عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحسوا وعملا وإيمانا كاملا، رب تمن بالخير والسعادة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ബഹുമാനികളെ, നസീഹ ക്ലാസ് റൂമിൽ ഒത്തുചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. പരിശുദ്ധ ഷാബാൻ മാസത്തിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞ് റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടും നമ്മുടെ മാനസിക ശാരീരിക ശാക്തീകരണം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന നല്ല ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ആരോഗ്യാവസ്ഥയിൽ നമുക്ക് കഴിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളും അതുപോലെ പരിശുദ്ധ റമദാനിനെയും പൂർണ്ണാരോഗ്യത്തോടെ, രോഗമില്ലാതെ, വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ അത് കൂടുതലൊന്നും ആവാതെ പൂർണ്ണ ശിഫ അള്ളാഹു നമുക്ക് നൽകി ആ നോമ്പിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ച് എടുക്കാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഈ ദിവസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, നനച്ചു കുളി എന്നൊക്കെ പറഞ്ഞ ആ വസ്തുതയുമായിട്ട് നമ്മൾ ഇടപെടുന്നവരാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് അറിയാവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ നനച്ച് കുളിക്കേണ്ടുന്നത് നമ്മുടെ വീടും പരിസരവും വസ്ത്രവും ഒക്കെ തന്നെയാണ് എങ്കിൽ അവിടെ അല്ല അതിൻ്റെ മർമ്മം കിടക്കുന്നത്. നാം നനച്ചു കുളിക്കേണ്ടുന്നത് നമ്മുടെ മനസ്സിനെയാണ് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവട്ടെ. നമ്മുടെ മനസ്സൊന്ന് നനച്ചു കുളിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധ റമദാനിനെ പുൽകാൻ നമ്മൾ അങ്ങോട്ട് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോവേണ്ടത്. മനസ്സിനകത്ത് നിന്ന് ഹസദ്, കിബിർ, അഹംഭാവം, പോര്, വാശി, കുശുമ്പ്, ശത്രുത, ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരുപാട് ടൈറ്റിലുകളുണ്ടല്ലോ. അതെല്ലാം ഒന്നങ്ങ് മാറ്റി വെച്ചുകൊണ്ട് മനസ്സിനെ ഒന്ന് നനച്ചു കുളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തി ഉണ്ടാക്കിയിട്ട് ആ പരിശുദ്ധ റമദാനിനെ പുൽകാൻ എനിക്കും നമുക്കും ഒന്ന് ഒരുങ്ങാം. ഇതാദ്യം എന്നോടും നമ്മളോടുമായിട്ടുള്ള ഒരു വസിയത്ത് ഈ പരിശുദ്ധ റമദാനിൻ്റെ തുടക്കം വരുന്നതിനോട് അനുബന്ധമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധിക്കാനും കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനും സൂക്ഷ്മത പുലർത്താനും നമുക്കറിയാം. പക്ഷെ അത് എപ്പോഴും പ്രായോഗികമായി ചെയ്യുന്നതിൽ നമ്മൾ ചിലപ്പോഴൊക്കെ പുറകോട്ട് പോവാറുണ്ട് എന്ന സത്യം നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. പ്രത്യേകം ഇന്നത്തെ കലുഷിതമായ ചില അവസ്ഥകളിൽ നമ്മുടെ സമയം കൊല്ലുന്ന പലതും നമ്മുടെ മുമ്പിലൂടെ കാണുകയാണ്. പ്രത്യേകിച്ച് വാട്സപ്പിലൂടെയൊക്കെ യൂട്യൂബിലൂടെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, എല്ലാം അല്ല, ചിലതൊക്കെ മനുഷ്യൻ്റെ സമയത്തെ കൊല്ലുക, മനുഷ്യനെ നേർദിശയിൽ നിന്നും വളഞ്ഞ ദിശയിലേക്ക് ചിന്തിപ്പിക്കുക, മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുക, മനുഷ്യൻ്റെ കൾച്ചർ മാറ്റിമറിക്കുക, വൈകാരികമായി മനുഷ്യൻ്റെ മനസ്സിൻ്റെ അതരങ്ങളിൽ അനാവശ്യമായ ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക, പൈശാചികമായ പ്രേരണകളിലേക്ക് മനുഷ്യനെ എത്തിക്കുക, മനുഷ്യൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പൈശാചിക പ്രേരണകളെ കൊണ്ട് തെറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക. നാം വളരെ ചിന്തിക്കണം, നാം വളരെയധികം ചിന്തിക്കണം. തെറ്റിനെ ഇങ്ങനെ ഊഹിക്കുകയും തെറ്റിനെ ചിന്തിപ്പിക്കുകയും തെറ്റിലേക്ക് നമ്മളെ മനസ്സിനെ ഇങ്ങനെ കൊണ്ടുപോയി അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ രീതി ഇന്ന് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ ആ സമയത്തെ കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്നതാവാം എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്റ്റായി പോകും. നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ ദിയോ കുടിക്കും പോലെ അത് പിന്നെ മാറ്റി അതങ്ങനെ മാറി നിൽക്കാൻ നമുക്കൊണ്ട് കഴിയില്ല. ഇങ്ങനെയുള്ള ചില അവസ്ഥകളിലൂടെ, പൈശാചികമായ ചില വസ്തുതകളിലൂടെ കടന്നു പോകുന്ന
ഒരു രൂപം നമ്മുടെ മുമ്പിലുണ്ട് എന്ന ഓർമ്മയിൽ നമ്മൾ അതിനൊക്കെ ഒന്ന് തറയിടണം. മനസ്സ് കുളിക്കുക, മനസ്സ് നനച്ചു കുളിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന ആ ഒരു ശുദ്ധീകരണം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. കോപ്രാട്യങ്ങൾ, അഭിനയങ്ങൾ, മറ്റൊന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പലതിനെയും പരിഹാസ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കോമഡികൾ ഉണ്ടാക്കുക. അത് ആരെയാണ്, എന്താണ്, എന്തിനെയാണ് എന്നൊന്നും നോക്കുന്നില്ല. കണ്ടതും കേട്ടതുമായിട്ട് അങ്ങോട്ട് കാണിക്കുക തന്നെ. അതിനായിട്ട് അങ്ങോട്ട് കച്ച കെട്ടി ഇറങ്ങിയ കുറച്ച് ആളുകൾ അതിന് പറ്റിയ ഒരു വേദിയായിട്ട് ഇതിനെ കാണുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴാണ് നമ്മുടെ തലക്ക് മൂല വന്ന് വീഴുക എന്ന് ആരും വിദൂരമാവേണ്ട. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് ആയുസ് തന്നിട്ടുണ്ട്. അതെന്തിന് വിനിയോഗിച്ചു എന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യം നമുക്ക് വേണം. അത് ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ നഷ്ടപ്പെട്ടവരാകുന്നത്. കാരണം ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സൂറത്ത് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അള്ളാഹു പറയാണ് വൽ അസ്ർ, അസ്ർ സമയത്തെ തന്നെയാണ് സത്യം, ടൈമിനെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു സമയത്തിൻ്റെ കാര്യത്തെ വെച്ച് ടൈം, അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരുകയാണ് അതിലൂടെ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായിട്ടും മനുഷ്യ സമൂഹം നാശത്തിലാണ്, നഷ്ടത്തിലാണ് എന്നാണ് അടിവരയിട്ട് പറയുന്നത്. മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ആരൊഴികെ, ഇല്ലല്ലദിന ആമനു. ഒന്നാമത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ, വിശ്വസിച്ചവരൊഴികെ. ഏവർക്കും എപ്പോഴും കേട്ട് പരിചയമുള്ളൊരായത്തും സൂറത്തും സൂക്തവുമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പൊരുളുണ്ട്. ഇല്ലല്ലദിന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, വിശ്വസിച്ച ആളുകൾ ഒഴികെ. അപ്പോൾ വിശ്വാസം എന്നുള്ളതും നമ്മുടെ അഖീദ എന്നുള്ളതുമാണ് അതിൻ്റെ പ്രധാന മർമ്മം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ അത് മതി. എങ്ങനെയെങ്കിലുമുള്ള വിശ്വാസം, ഏതെങ്കിലും ഒരു വിശ്വാസം, ആ ചാഞ്ചാട്ടമുള്ള വിശ്വാസം, അല്ലെങ്കിൽ എന്തിനൊക്കെയോ ഏതൊക്കെയോ ഭൗതികതയ്ക്ക് വേണ്ടി മറ്റുമൊക്കെയായിട്ട് ചാഞ്ഞും ചെരിഞ്ഞും ഉണ്ടാകുന്ന ഒരു രൂപം വിശ്വാസം, അതൊക്കെയാണോ? അല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അട്ടിയുറച്ച, മനസ്സിന് ഇളക്കമില്ലാത്ത, ആ ഉറപ്പുള്ള, അതിനാണ് കെട്ടുറപ്പുള്ള വിശ്വാസം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അഖീദയിൽ നമുക്കൊരു മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ അതിനു വേണ്ടുന്ന പഠനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നമ്മൾ നാജിഹ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കിതാബേ നമുക്കതിൽ തീരാനുള്ളൂ. 10 കിതാബുകളിൽ അല്ല, 9ാമത്തെ കിതാബാണ്. ഒരു കിതാബും കൂടിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സെനൂസി എന്നുള്ളൊരു പഠന ഭാഗം നമ്മൾ തുടങ്ങി വെച്ചു. അത് അഖീദ പറയാനാണ്. ഞാനത് തുടക്കി വെച്ചത് തന്നെ, അങ്ങനെ ഒരു കോഴ്സ് എടുത്തത് തന്നെ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അഖീദപരമായ വിഷയങ്ങളിൽ നമ്മൾ അകന്നു പോകുന്നൊരു ചുറ്റുപാട് ഇന്നുണ്ട്. ആർക്കും അതിൻ്റെ പാർശ്വഭാഗങ്ങളെക്കുറിച്ചൊന്നും വലിയ ബന്ധങ്ങളില്ലാതെ പോകുന്നു എന്ന് സംശയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശങ്ക മനസ്സിൽ വന്നപ്പോഴാണ് ആ സെനൂസി എന്നുള്ള ആ ഒരു കോഴ്സിൻ്റെ ഒരു രൂപം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ, അത് വളരെ കെട്ടുറപ്പുള്ളതായിരിക്കണം. ഈമാൻ വളരെയധികം സൂക്ഷ്മത പാലിക്കപ്പെടേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സത്യം ലഭിക്കേണ്ട, സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാനുണ്ടാകുന്ന ഒരു നില നമുക്ക് രൂപം നൽകുന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലെയാണ് നമ്മൾ നോക്കേണ്ടത്. അതെന്തെങ്കിലും ഏതെങ്കിലും രീതിയിലല്ല. അത് ചിലപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലായിരിക്കാം, നമ്മുടെ വസ്ത്രധാരണയിലായിരിക്കാം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, നമ്മുടെ മറ്റുള്ള ഇടപെടലുകളിലായിരിക്കാം, മറ്റുള്ള വേഷവിധാനങ്ങളിലായിരിക്കാം. ഇതിലൊക്കെ അതുണ്ട്. ഇതിലൊന്നും അത് ഒഴിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. അതൊക്കെ ഒരു താൽക്കാലികമായി എന്തല്ലേ എന്നൊക്കെയല്ലേ. ഇനിയിപ്പോൾ പലതും നമ്മുടെ മുമ്പിൽ ഈ സെൻഡ് ഓഫും മറ്റും മറിച്ചതുമൊക്കെ ആയിട്ട് കുട്ടികളുടെ SSLC പരീക്ഷ കഴിയുന്നു, +2ൻ്റേത് +1 +2 കഴിയുന്നു, അങ്ങനെ കുട്ടികൾ പോകുന്നു. അതിലൊക്കെ കൊണ്ടാക്കിയെടുക്കുന്ന ചില അനാവശ്യമായ ഇടപെടലുകളുണ്ട്. അതിൽ ഹറാമായ കാര്യങ്ങൾ ഏകദേശം വന്നുകൂടും, അതിൽ യാതൊരു സംശയമില്ല.
പക്ഷെ നമ്മുടെ വിശ്വാസത്തെയും ബാധിക്കുന്ന പലതും വരുന്നുണ്ട്. അതുപോലെ അത്തരം സ്റ്റേജുകളും വേദികളും ഒക്കെ ഉണ്ടാക്കി നമ്മൾ പലതും പ്രകടിപ്പിക്കുകയും അത് ഒരു സമൂഹ മധ്യ ഒരു കലയായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ആവശ്യമുള്ള സ്ഥലങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് അതിൽ നമ്മുടെ വിശ്വാസവുമായിട്ട് പ്രയാസമില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കുട്ടും തറിയും മറ്റുമൊക്കെ ഇട്ടുകൊണ്ടുണ്ടാകുന്നൊക്കെ രീതികൾ അത് ഇസ്ലാമികമല്ല. അത് വളരെ തെറ്റാണ്. അത് ഇസ്ലാമിന് പുറത്തു പോകുന്നതാണ്. അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ്. അതാണ് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകളൊക്കെ. അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നോമ്പിൻ്റെ കാര്യത്തിൽ, ഹജ്ജിൻ്റെ കാര്യത്തിൽ, സക്കാത്തിൻ്റെ കാര്യത്തിൽ, സംസാരത്തിൻ്റെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ ഒക്കെയും ആ വിശ്വാസത്തിൻ്റെ ധാര അവിടെ ഉണ്ട്. അതാണ് ബേസിക്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പോകുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹ്. പിന്നെ നമ്മളോട് പറഞ്ഞതാണ്, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ, പക്ഷേ വഅമിലു സ്വാലിഹാത്ത്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. നന്മയാണ് ചെയ്യേണ്ടത്, തിന്മയല്ല. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നത് ശരിയാണ്. പക്ഷെങ്കിൽ അത് നന്മയുടെ ഓരങ്ങളിൽ, നന്മയുടെ ചിന്തയിൽ നമ്മളത് ചെയ്യണം. വഅമിലു സ്വാലിഹാത്ത് ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. പിന്നെ പറയുന്നു വതവാസൗ ബിൽ ഹഖ്. നിങ്ങൾ എന്തു വേണം? നിങ്ങൾക്ക് അറിഞ്ഞ അറിവിനെ നിങ്ങൾ ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഒക്കെ തന്നെ ആവട്ടെ, ഇങ്ങനെയുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ പിന്നെ സുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സത്യങ്ങളും മറ്റുമൊക്കെ പറയുമ്പോൾ പല രീതിയിൽ, പല കോലങ്ങളിൽ നമ്മളെ എതിർക്കപ്പെടാൻ, നമ്മളെ മോശമാക്കാൻ, നമ്മുടെ ഇകഴ്ത്താൻ പല രൂപങ്ങളും കോലങ്ങളും ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ വതവാസൗ ബിൽ ഹഖ്, അംറുൻ ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ വഅ്മുറു ബിൽ ഉർഫി വൻഹാ അനിൽ മുൻകർ. മുൻകറിനെ നിങ്ങൾ വെടിയുക, നല്ല കാര്യങ്ങളെ നിങ്ങൾ കൽപ്പിക്കുക. ആ ഭാഗത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് വിജയവും ആ ഉയർച്ചയും നമുക്ക് സ്വീകരിക്കാൻ, എത്തിച്ചേരാനും വേണ്ടി കഴിയൂ എന്നാണ് നമ്മോട് പറഞ്ഞത്. ഇന്നത്തെ അവസ്ഥ അത് തന്നെയല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ദീനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് പറയണമെന്ന് വെച്ചാൽ അതിനെ കൊഞ്ഞനം കുത്താൻ അല്ലെങ്കിൽ അതിനെ പറയാൻ ചില ആളുകൾ, ചിലപ്പോൾ രാഷ്ട്രീയക്കാരോ മറ്റോ എന്തെങ്കിലുമൊക്കെ ആവരിക്കാം. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൻ്റെ രാഷ്ട്രീയമൊക്കെ 2-3 ദിവസം കൊണ്ട് തീരും. മനസ്സിലായല്ലോ? അതൊന്നും താൽക്കാലികമാണ്. അത് ചിലപ്പോൾ ഇങ്ങനെയാവും, ചിലപ്പോൾ അങ്ങനെയാവും, ചിലപ്പോൾ കൊങ്ങനെയാവും, ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ അതിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റങ്ങളല്ലല്ലോ പരിശുദ്ധമായ ദീനിൻ്റെ നിലപാടിൽ വേണ്ടത് എന്ന ഓർമ്മ ഒരു പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ ആ വഴിക്ക് സഞ്ചരിക്കുന്ന ഉലമാക്കളിൽ അനിവാര്യ ഘടകമാണ് എന്നത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തും വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അത് കഴിഞ്ഞ ഉടനെ പറഞ്ഞ ക്ഷമിക്കും വേണ്ടി, അല്ലാതെ കാര്യങ്ങൾ നടക്കൂല. വളരെ ക്ഷമിക്കണം. അത് ചിലപ്പോൾ കുടുംബങ്ങളിലായിരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കളിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മഹല്ലിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വൈവാഹിക ബന്ധം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ കുടുംബത്തിലായിരിക്കും. ഇടങ്ങളിലൊക്കെ വരും. അത് ഒരാൾക്ക് ഒരാളെ ഇകഴ്ത്തണമെന്ന് കണ്ടാൽ പിന്നെ ആ വ്യക്തിയിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി പറഞ്ഞ് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിന് തൊങ്കും വാലും ഉണ്ടാവുക. ഉള്ളൊരു കാര്യം വല്ലാതെ എടുത്ത് പറയുമ്പോൾ നമുക്ക് വല്ലാതെ ആളുകൾ അടുക്കൂല. അതൊരു പൈശാചിക സ്വഭാവമാണ്. അപ്പം ഇല്ലാത്തത് പറഞ്ഞിട്ട് ജനങ്ങളുടെ അടിയിൽക്കൂട്ടാണ് നടക്കുക. ഒന്നുമില്ലെങ്കിൽ ഇവൻ നിൽക്കുന്ന പക്ഷത്തെ വലുതാക്കാൻ വേണ്ടി ആ വ്യക്തിയെ മറ്റൊരു പക്ഷത്തേക്ക് കൊണ്ടുപോയിടുക, അങ്ങനെ പ്രചരിപ്പിക്കും. അല്ലെങ്കിൽ ആ ആളിൽ ഇല്ലാത്ത ഒരു കാര്യം, ഇപ്പോൾ കളവില്ലാത്ത ഒരാളെ കളവിൻ്റെ മേലിൽ അങ്ങോട്ട് ആരോപിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് ഇടുക. എന്തോ ചാരിറ്റി ആൾ നടത്തുന്നുണ്ടാവും, അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെയാണ് കൊണ്ടുപോകുക. അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല തത്വയും മറ്റുമൊക്കെ ഉള്ളൊരു മനുഷ്യനായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് മന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരു ഉപദേശം തേടാനോ പേരുണ്ടാവും. അതിനെ വേറെ വഴിക്കങ്ങോട്ട് തിരിച്ചിട്ട് ഓന് ഇന്ന പണിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക. എളുപ്പമാണ്, ആളുകൾക്ക് പെട്ടെന്ന് അത് കണ്ട് ഉൾക്കൊള്ളും, ആളുകൾ അതിൽ ഉണ്ടാനോട് പോകും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ഈ പറഞ്ഞ തെറ്റുകൾക്കൊക്കെയും പിടികൂടപ്പെടുന്നത് സിറാത്ത് പാലത്തിൻ്റെ അടുക്കല. അവിടുന്ന് ഇതിനൊക്കെ കണക്ക് ചോദ്യം നടത്തിയിട്ടല്ലാതെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന സത്യം നമ്മൾ ഓർക്കുക. അവിടെയാണ് നമ്മൾ എത്തിച്ചേരുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന്. മാത്രവുമല്ല, നമ്മൾ ആക്ഷേപിക്കുന്നതിന് ഒരു പരിധി വേണം. ആക്ഷേപിച്ച ആളുകളെ, ബുദ്ധിമുട്ടാക്കിയ ആളുകളെ, അവരെയാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ് അബൂലഹബിനെയും അവൻ്റെ ഭാര്യയെയും ഖുർആൻ നശിക്കട്ടെ എന്ന് പറഞ്ഞത്. ഒന്നെന്താ, അവർ കുറച്ച് ഗ്ലാമറുള്ള ആളുകളായിരുന്നു.
കുറച്ച് ചുരുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഓലങ്ങോട്ട് അഹംഭാവം നടിച്ചു, അവരങ്ങോട്ട് പൊങ്ങച്ച നടിച്ചു, ഓലെപ്പോലെ ആരും ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു തബ്ബത്ത്. രണ്ടാമത് അവരുടെ സ്വഭാവം എന്തായിരുന്നു? റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുക, റസൂലുള്ളാഹിനെ ചീത്ത പറയുക, റസൂലുള്ളാഹിനെ മോശമാക്കുക. ഇതായിരുന്നു. അപ്പോഴും തബ്ബത്ത്. ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ വാപ്പാൻ്റെ സഹോദരന്മാരാണ് താനും, അബൂജഹലും ഓരൊക്കെ. പക്ഷേ അബൂജഹലിനെ കുറിച്ച് ഇങ്ങനെയൊരു പ്രയോഗം ഉണ്ടായിട്ടില്ല. വളരെയധികം റസൂലുള്ളാഹിനെ ഇടങ്ങേറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ആക്ഷേപാർഹമായ സ്വരങ്ങളുണ്ടാക്കിയിട്ട് ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കപ്പെടുന്ന രംഗം ഉണ്ടാക്കിയപ്പോൾ അവരെയാണെന്ന് പറഞ്ഞത് തബ്ബത്ത് അബീ ലഹബിൻ വതബ്ബ്. അത് പരമ്പരാഗതമായി അവരെ പറഞ്ഞാലും അഹ്ലുബൈത്തിനെ പറഞ്ഞാലും അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നതായ ആളുകളെ ആലിമീങ്ങളെ ഒക്കെ പറഞ്ഞാലും അത് ഇന്ന് വാട്സപ്പുകളിലൂടെയൊക്കെ നടക്കുന്ന സ്വഭാവം അതല്ലയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര? ആലിമീങ്ങളെ ഏതൊരാൾക്കും ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ബോധമുണ്ട്. ആരെന്ത് പറഞ്ഞാലും അത് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവനവൻ്റെ ഇസത്തെയും പക്ഷത്തെയും നന്നാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഒക്കെ അങ്ങോട്ട് മോശമാക്കുക, എന്നിട്ട് ഉള്ളതും ഇല്ലാത്തതും അങ്ങോട്ട് വെച്ച് വളമ്പുക, അതിങ്ങോട്ട് കൂട്ടിക്കുഴക്കുക. അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മുടെ മുമ്പിൽ വരും, സംശയിക്കേണ്ടതില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അക്കാര്യത്തിൽ ഓർമ്മിക്കാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തിയിട്ട് ഇന്നത്തെ നസീഹയുടെ വരികൾ ഞാനിവിടെ നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ഖൈറിൻ്റെ അഹലുകാരെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.